നോർമൽ ചുരിദാർ തയ്ക്കാൻ വേണ്ടിയിട്ട് ആദ്യം കാണേണ്ടത് ഫുൾ ലെങ്ത് ആണ്. ഫുൾ ലെങ്ത്തിൻ്റെ കൂടെ 2 ഇഞ്ച് തയ്യൽ തുമ്പാണ് ചേർത്ത് കൊടുക്കേണ്ടത്. പിന്നീട് ഷോൾഡറാണ് എടുക്കേണ്ടത്. ഷോൾഡറിൻ്റെ കൂടെ 1/2 ഇഞ്ച് തയ്യൽ തുമ്പാണ് ചേർക്കേണ്ടത്. പിന്നീട് വേണ്ട മെഷർമെൻ്റ് എന്ന് പറയുന്നത് നെക്ക് വിഡ്ത്ത് ആണ്. ഞാനിവിടെ 3.25 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. അത് ഓരോരുത്തരുടെ നെക്ക് വിഡ്ത്ത് എത്രയാണോ അതാണ് പിന്നീട് മാർക്ക് ചെയ്യേണ്ടത്. നെക്ക് വിഡ്ത്തിൻ്റെ കൂടെ തയ്യൽ തുമ്പൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അടുത്തതായി കാൽക്കുലേറ്റ് ചെയ്തത് ആം ഹോളാണ്. ആം ഹോളിൻ്റെ ഒപ്പം നമ്മൾ തയ്യൽ തുമ്പ് ആഡ് ചെയ്യാറില്ല. പിന്നീട് ചെസ്റ്റ് റൗണ്ടാണ് നോക്കിയത്. ചെസ്റ്റ് റൗണ്ട് കണ്ടുപിടിക്കാൻ നമ്മുടെ ബ്രസ്റ്റ് സൈസ് ഉണ്ടാവില്ലേ, ബ്രസ്റ്റ് സൈസ് /4 അതാണ് നമ്മുടെ ചെസ്റ്റ് റൗണ്ടായിട്ട് മാർക്ക് ചെയ്യേണ്ടത്. ചെസ്റ്റ് റൗണ്ടിൻ്റെ കൂടെ തയ്യൽ തുമ്പ് 1.5 ഇഞ്ചാണ് ഇടാറ്. അടുത്തതായിട്ട് വേസ്റ്റ് ലെങ്ത് ആണ് മാർക്ക് ചെയ്യുന്നത്. അത് നമ്മൾ ഷോൾഡർ മുതൽ നമുക്ക് എവിടെയാണോ നമ്മൾക്ക് ഷേപ്പ് വരേണ്ടത് അതാണ് വേസ്റ്റ് ലെങ്ത് ആയിട്ട് കണക്കാക്കുന്നത്. വേസ്റ്റ് ലെങ്ത് ആയിട്ട് ഞാൻ 14 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. പ്ലസ് അതിൻ്റെ കൂടെ 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നീട് വേസ്റ്റ് റൗണ്ട് ആണ് മാർക്ക് ചെയ്യേണ്ടത്. നമ്മൾ വേസ്റ്റ് ലെങ്ത് എവിടെയാണോ മാർക്ക് ചെയ്ത് അവിടെ ടാപ്പ് വെച്ചിട്ടാണ് നമ്മൾ വേസ്റ്റ് റൗണ്ട് മാർക്ക് ചെയ്യേണ്ടത്. വേസ്റ്റ് റൗണ്ടിൻ്റെ കൂടെ ഞാൻ 1.5 ഇഞ്ച് തയ്യൽ തുമ്പാണ് ചേർത്ത് കൊടുത്തത്. പിന്നീട് എടുക്കേണ്ടത് ബോട്ടം അളവാണ്. അത് ഓരോരുത്തരുടെ ചുരിദാറിൻ്റെ ബോട്ടം എത്രയാണോ അതിനനുസരിച്ചിട്ട് അളവെടുക്കാം. ബോട്ടം അളവിൻ്റെ കൂടെയും നമ്മൾ തയ്യൽ തുമ്പായിട്ട് 1.5 ഇഞ്ചാണ് മാർക്ക് ചെയ്യാറ്. പിന്നീട് സ്ലീവ് ലെങ്ത്ത്, സ്ലീവ് റൗണ്ട്. സ്ലീവ് ലെങ്ത്തിൻ്റെ കൂടെയും സ്ലീവ് റൗണ്ടിൻ്റെ കൂടെയും നമ്മൾ തയ്യൽ തുമ്പായിട്ട് 1.5 ഇഞ്ചാണ് കേട്ടോ ആഡ് ചെയ്യാറ്. അപ്പോൾ ഇത്രയും മെഷർമെൻറ്റ്സ് ആണ് നമ്മളൊരു നോർമൽ ചുരിദാർ, ഓപ്പണൊന്നും ഇല്ലാത്തൊരു നോർമൽ ചുരിദാർ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കേണ്ട അളവുകൾ. അപ്പോൾ ഒരു ചുരിദാറിൻ്റെ മെഷർമെൻറ്റ്സ് എങ്ങനെയാണ് എടുക്കുക എന്നുള്ളത് കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു നോർമൽ ചുരിദാർ എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുക എന്നുള്ളതിൻ്റെ മെഷർമെൻറ്റ്സ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. സ്നേഹത്തോടെ അശ്വതി.